നമസ്തേ, ഞാൻ കാർത്തിക് ശിവകുമാർ. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യം, യേശു എങ്ങനെയാണ് ഈ യേശുവിൻ്റെ ശിഷ്യന്മാർ, ഈ മീൻപിടുത്തക്കാരായ ഈ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരെ എങ്ങനെയാണ് യേശു പറഞ്ഞു പറ്റിച്ച് കുപ്പിയിലിറക്കി എന്ന് പറയില്ലേ, അതേപോലെ ചെയ്ത് അവരെ ഓരോരുത്തരായിട്ട് ഇല്ലാതാക്കിയത് എന്ന് ചുരുക്കി ഞാൻ പറയാം. എന്ന് വെച്ചാൽ എല്ലാം പറയാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അതിൻ്റെ ഒരു എന്താ വളരെ സംഗ്രഹിച്ച് ഞാൻ പറയാം. യേശു ബൈബിളിൽ പറയുന്ന ചില പ്രോമിസസ് ഉണ്ട്, വാഗ്ദാനം. ഒരിക്കൽ യേശു പറയണേ, there are some standing here who will not taste death until they see the Son of Man coming in his kingdom. ഇവിടെ കൂടി ഒരു മറ്റേ ആൾക്കാർ കൂടിയിരിക്കണേ, യേശു അവരോട് സംസാരിക്കണേ. അപ്പോൾ പറയണേ, അതിൽ കുറച്ച് ആൾക്കാരുണ്ട്, there are some, കുറച്ച് ആൾക്കാരുണ്ട്, ഒരിക്കലും മരിക്കില്ല. യേശു തിരിച്ചു വരുന്നത് വരെ യേശുവിൻ്റെ രാജ്യത്തിൽ, യേശുവിൻ്റെ രണ്ടാം വരവുണ്ടല്ലോ, അതിനാണല്ലോ ക്രിസ്ത്യാനികൾ കാത്തിരിക്കണത്. മനസ്സിലായോ? അതും പ്രതീക്ഷിച്ചുകൊണ്ടാണല്ല അവരുടെ ബന്ധുജനങ്ങളെ കൊണ്ട് കുഴിച്ചു മൂടണം, പുഴുക്കൾക്ക് തിന്നാനിട്ട് കൊടുക്കണത്. യേശു വരുമെന്നും പറഞ്ഞിട്ടാണല്ല. അപ്പോൾ യേശു ഇങ്ങനെ പറയുന്നുണ്ട്, ഒരിക്കൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ. മറ്റൊരു ഭാഗത്ത് യേശു പറയുന്നത്, അത് ശിഷ്യന്മാരെയൊക്കെ യേശു എന്താ പറയുക, ആദ്യം ഒരു അര-ഡസൻ, ഈ 2 പേരായിട്ട് ഒരു അര-ഡസൻ ഗ്രൂപ്പിനെ അയച്ചു. അത് 12 പേരെ. ഓക്കെ, അവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞ്, പിശാചുക്കൾ പോലും ഞങ്ങൾ പറയുന്നത് അനുസരിക്കുന്നു. ഓഫ് കോഴ്സ്, പിശാചുക്കൾ അല്ലെങ്കിൽ പിശാചുക്കളെ തലവനെ അനുസരിക്കുമല്ലോ. പിശാചുക്കൾ അവനെ മാത്രമേ അനുസരിക്കൂ, വേറെ ആരെ അനുസരിക്കത്തില്ല. അപ്പോൾ യേശു പിന്നെ 6 ഡസൻ ആൾക്കാരെ ഉടനെ 72 പേരെ, ആദ്യം 12 പേരെ ഉള്ളൂ. അവർ വന്നിട്ട് നല്ല അഭിപ്രായം പറയും. എന്ത് പറഞ്ഞാൽ വിടണത്? യേശു ദൈവപുത്രനാണെന്ന് എല്ലായിടത്തും പോയി പറയണം. മനസ്സിലായോ? റിപ്പന്റ്, ഫോർ ദ കിങ്ഡം ഓഫ് ഹെവൻ ഇസ് ക്ലോസ് അറ്റ് ഹാൻഡ് എന്നും പറയണം. അതായത് സ്വർഗരാജ്യം ദാണ്ടെ വന്നു കഴിഞ്ഞു, സ്വർഗരാജ്യം വന്നു കഴിഞ്ഞു എന്ന് പറയണം. യേശു ദൈവപുത്രനാണെന്ന് യേശുവിൽ വിശ്വസിക്കാമെന്നും പറയണം. അതായത് മാത്രമല്ല, മാമോദീസം പോകണം. അപ്പോഴാണ് പെർഫെക്റ്റ് ആവണത്, ക്രിസ്ത്യാനി ആവണത്. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെ പറയും, ഇങ്ങനെ പറഞ്ഞു വിട്ടിട്ട് 12 പേര് വന്നിട്ട് പറയും, നല്ല നല്ല ഫീഡ്ബാക്കാണ് കൊടുക്കണം, നല്ല ഏറ്റു എന്ന് പറയും. അപ്പോൾ 72 പേരെ വിടും. അവിടെയാണ് യേശു പറയണത്, ഐ ടെൽ യു ദ ട്രൂത്ത്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഈ ഇസ്രായേലിലെ പട്ടണങ്ങളിലൂടെയൊക്കെ ഈ സുവിശേഷം പറഞ്ഞ് ഓടിത്തീരുന്നതിന് മുമ്പേ, അതായത് യേശു അവിടെ പറഞ്ഞും കൊടുക്കുന്നുണ്ട്, നിങ്ങളത് ഒരു പട്ടണത്തിൽ നിങ്ങൾ തല്ലുകൊണ്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് അടുത്ത പട്ടണത്തിലേക്ക് ഓടിപ്പോകാൻ പറയുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ ഇസ്രായേലിലെ സകല പട്ടണം തല്ലുകൊണ്ട് തീരണതിന് മുമ്പേ, ആ ഓടിത്തീരുന്നതിന് മുമ്പേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. കാരണം ഇത് പറയുന്നത്, ആദ്യം പറയുന്നത്, നിങ്ങളെ ഒരു പട്ടണത്തിൽ അവർ ആക്രമിച്ചാൽ, അപ്പോൾ പല കള്ളങ്ങളും പറയും, നിങ്ങളെപ്പോലെ തന്നെ പ്രവാചകന്മാരെയും അവരെ ആക്രമിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതിപ്പോൾ ഒരു സ്ത്രീ എന്നെ ബലാത്സംഗം ചെയ്തു എന്ന് വന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത്, അല്ല നിൻ്റെ അയൽക്കാരിനെയും അവർ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ന്യായമുള്ളത് അതിൻ്റെ അകത്ത്? ഒരു ന്യായമില്ല. പക്ഷേ ഇവ കള്ളക്കുറുക്കനായതുകൊണ്ട് മനുഷ്യർക്ക് മനസ്സിലാവില്ല. ഇത് അത് മനസ്സിലാക്കി തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പട്ടണത്തിൽ നിങ്ങളെ തല്ലുകൊണ്ട് കഴിഞ്ഞാൽ അടുത്ത പട്ടണത്തിലേക്ക് ഓടിപ്പോയിട്ട് അവിടെ പോയി സുവിശേഷം പറയും. സുവിശേഷമാണല്ലോ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ഇതിനേക്കാളും വലിയ സുവിശേഷം എന്താ ഉള്ളത്? പക്ഷെ സംഭവം കള്ളമാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു എന്ന് ഞാൻ പറഞ്ഞത്, പക്ഷേ നിങ്ങൾക്കൊരു ലോട്ടറി അടിച്ചിട്ട് ഒരു വാങ്ങത്തില്ല. ആ ലോട്ടറി അടിച്ചു എന്ന് കേൾക്കുമ്പോൾ നല്ല ഫീലിംഗ് അല്ലേ? അതേപോലത്തെ പണിയാണത്. എന്താ പറയുക?
അപ്പോൾ നിങ്ങൾ ഈ ഓരോ പട്ടണങ്ങളിലും തല്ലുകൊണ്ട് ഓടിത്തീരുന്നതിന് മുമ്പേ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രൻ വരും. സത്യമായി, ഐ ടെൽ യു ദ ട്രൂത്ത് ബിഫോർ യുവർ ടാസ്ക് എന്താണ്? ഇത് തന്നെയാണ് ടാസ്ക്. യേശുവിനെ പൊക്കിയടിക്കുക, യേശു ദൈവപുത്രനാണ്, ലോകരക്ഷകനാണെന്നൊക്കെ പറയുക. ബിഫോർ യുവർ ടാസ്ക് വിത്ത് ദ സിറ്റീസ് ഓഫ് ഇസ്രായേൽ ഈസ് ഓവർ, യു വിൽ സീ ദ സൺ ഓഫ് മാൻ കമ്മിങ് ഇൻ ഹിസ് കിങ്ഡം. സൺ ഓഫ് മാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ, യേശു തന്നെ ആള്. യേശുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലയിടത്തും സൺ ഓഫ് മാൻ എന്നാണ് പറയുന്നത്. അതിന് കാരണമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെ നമുക്കൊന്ന് ഈ സൺ ഓഫ് മാൻ എന്നുള്ളത് മാറ്റിയിട്ട് ഐ എന്ന ചേർത്ത് വെക്കാം. ഐ എന്നാണല്ലോ പറയേണ്ടിരുന്നത്. ബിഫോർ യുവർ ടാസ്ക് വിത്ത് ദ സിറ്റീസ് ഓഫ് ഇസ്രായേൽ ഈസ് ഓവർ, ഐ വിൽ കം. നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഞാൻ വരും. അങ്ങനെയല്ല പറയുന്നത്. സൺ ഓഫ് മാൻ വിൽ, വേറെ ആളായെന്ന് വിചാരിക്കുള്ളൂ, മനസ്സിലായോ? പക്ഷെ അത് യേശു തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് കുറുക്കൻ്റെ കൗശലം എന്ന് പറയുന്നത്. അവിടെ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയി പോകും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഇവൻ നുണയാണല്ലോ ഈ പറയുന്നത്, ഇതെന്ത് വർത്താനാണ് ഈ പറയണതെന്ന് ചോദിക്കാൻ നമുക്ക്. സൺ ഓഫ് മാൻ പറയുന്നു എന്നാണ് പറയണത്, മനസ്സിലായോ? സൺ ഓഫ് മാൻ വരുന്നത്, പക്ഷെ സൺ ഓഫ് മാൻ യേശു. എന്നാൽ യേശു സൺ ഓഫ് മാൻ ആണോ? അതുമല്ല. സൺ ഓഫ് മാൻ എങ്ങനെയാവും? യേശുവിൻ്റെ അമ്മയുടെ ഗർഭത്തിന് ഉത്തരവാദി ഈ സോക്കോൾഡ് പരിശുദ്ധാത്മാവാണ്, അല്ലാണ്ട് ഒരു മനുഷ്യനല്ല, ജോസഫ് അല്ല. അപ്പം പിന്നെ യേശു എങ്ങനെ സൺ ഓഫ് മാൻ ആവും? സൺ ഓഫ് മാൻ ആണോന്നുണ്ടെങ്കിൽ യേശു ജോസഫിൻ്റെ മകനാണ്, അങ്ങനെ സൺ ഓഫ് മാൻ ആവും. പക്ഷെ അങ്ങനെ അല്ലല്ലോ സംഭവിച്ചത്. അപ്പോൾ സൺ ഓഫ് മാൻ എന്ന് പറയുന്നത് ഒരു തന്ത്രം, അത് സൺ ഓഫ് മാൻ എന്ന് പറയുന്നത് കള്ളവും കൂടിയാണ്. ഇരുട്ടുകൊണ്ട് ഊട്ടടക്കുന്നല്ലേ, അതിന് അത്ര കഴിവുള്ള, അതായത് നെഗറ്റീവായിട്ടുള്ള കഴിവുള്ള ആളാണ് യേശു. അതുകൊണ്ടാണ് യേശുവിനെ മനസ്സിലാക്കാൻ പറ്റാത്തത് പോയി, അത്ര പെട്ടെന്നൊന്നും പിടികിട്ടാത്തത്. നോക്കൂ, ഇപ്പോൾ ഒരു മനുഷ്യൻ, അയാൾ നോക്കുമ്പോൾ ഒരു മരത്തിൽ നിന്ന് ഒരു ആപ്പിൾ വീണേ. അപ്പോൾ അയാൾ ആലോചിക്കണേ, എന്തുകൊണ്ടാണ് ഈ ആപ്പിൾ വീണത്? അപ്പോൾ അയാൾക്ക് ആലോചിച്ച് അയാൾ മനസ്സിലാക്കണേ, അതായത് ഭൂഗുരുത്വാകർഷണം, ഗ്രാവിറ്റി ഉള്ളതുകൊണ്ടാണ് ഇത് വീണത്. അപ്പോൾ എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ആപ്പിൾ വീണതില്ലേ? എത്രയോ മനുഷ്യരതിന് മുമ്പ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവരാരും ഇതേപോലെ ആലോചിച്ചില്ല, മനസ്സിലായോ? അതേപോലെ ഇപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയാൻ തന്നെ കാരണം എൻ്റെ അപ്പനാണ്. അപ്പനൊരാൾ മാത്രമാണ്. അപ്പോൾ നോക്സ് ബൈബിൾ, ജോൺ നോക്സ് വെർഷൻ ഓഫ് ബൈബിൾ, അത് വായിച്ചിട്ടാണ്, ഇംഗ്ലീഷിലാണ്, അത് വായിച്ചിട്ടാണ് അപ്പൻ ഇത് മനസ്സിലാക്കുന്നത്. യേശു പിശാചാണെന്നും യഹോവ പിശാചാണെന്നും യേശു പിശാചാണെന്നൊക്കെ അറിയുന്ന നോക്സ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ഭാഗത്ത് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 4-ാം അധ്യായത്തിൽ കെയിൻ വാസ് മച്ച് എൻറേജ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ യഹോവ ചോദിക്കുന്നത് കയറിനോട്, വാട്ട് ഡസ് ദിസ് ആങ്കർ മീൻ എന്നായിരിക്കണം. വാട്ട് ഡസ് ദിസ് ആങ്കർ മീൻ? റേജ് എന്ന് പറയുന്നത് രോഷമാണ്, എന്താ പറയുക, അത് മോറൽ ഇൻഡിഗ്നേഷൻ. അത് പോസിറ്റീവാണ്. രോഷം വേണം മനുഷ്യനായാൽ, ഓക്കെ, നല്ല കാര്യമാണ്. രോഷമില്ലാതെ പോയതാണ് ഹിന്ദുക്കളുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അതവിടെ നിൽക്കട്ടെ, അത് വേറെ വിഷയം. അപ്പോൾ വാട്ട് ഈസ് ദിസ് ആങ്കർ മീൻ എന്ന് പറയുമ്പോൾ, ദിസ് എന്ന് പറയുന്ന വാക്ക്, അപ്പനെന്ന് വെച്ചാൽ എപ്പോഴും ബുക്ക് എഡിറ്റിംഗ്, ബുക്ക് പബ്ലിഷിങ്, അതൊക്കെയായിരുന്നു അപ്പൻ്റെ ജോലി. അപ്പോൾ വാക്കുകളുമായിട്ടുള്ള മൽപ്പിടുത്തമാണ് ജീവിതകാലം മുഴുവൻ. അപ്പോൾ ദിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മെറിയം വെബ്സ്റ്റർ നോക്കണേ. അപ്പം നോക്കുമ്പോൾ വാട്ട് ഹാസ് ബീൻ മെൻഷൻ ബിഫോർ, മുമ്പ് എന്താണോ സൂചിപ്പിച്ചത് അതാണ് ദിസ്. ആ മുമ്പ് എന്താ സൂചിപ്പിച്ചത്? റേജ്ഡ്. കെയിൻ വാസ് മച്ച് എൻറേജ്ഡ്. കെയിനുണ്ടായിരുന്നത് രോഷം മാത്രമാണ്, അല്ലാതെ മോശമായ ഒരു കാര്യമല്ല. പക്ഷേ യഹോവ പറയണത്
വാട്ട് ഇസ് ദിസ് ആങ്കർ മീൻ എന്നാണ്. ആങ്കർ രോഷമല്ല. ആങ്കർ എന്ന് വെച്ചാൽ ക്രോധമാണ്. ആങ്കർ ക്രോധമല്ലയോ യമനായത് നിർണയം. എഴുത്തച്ഛൻ ഇതൊക്കെ അപ്പനറിയാവേ. അതാണ് അതിൻ്റെ സംഭവം. അപ്പനറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പനും മനസ്സിലാവണം ഇവ കള്ളനാണ്. കാരണം കെയിൻ വാസ് ഓൺലി എൻറേജ്ഡ്, ഹി വാസ് നോട്ട് ആംഗ്രി. ഓക്കെ. അപ്പോൾ പക്ഷേ ഇവിടെ യഹോവ പറയുന്നത് വാട്ട് ഇസ് ദിസ് ആങ്കർ മീൻ. അവൻ ലൈ ആയി. ലൈ നമുക്ക് പിശാശുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് മനസ്സിലായോ? ഒരിക്കലും പറ്റില്ല. ലൈ മാത്രമല്ല, അസഭ്യ സംഭാഷണം, ഇതൊന്നും ഗോഡുമായിട്ട് എക്സ്ക്യൂസ് മീ. കാരണം ഗോഡെന്ന് വെച്ചാൽ എന്താണെന്ന് എൻ്റെ അപ്പനറിയാം. അതും മെറിയം വെബ്സ്റ്റർ. നോക്കൂ, നമ്മളൊരു മലയാള വാക്കിനെ കുറിച്ച് ഒരു സംശയം, ഒരു തർക്കം ഉണ്ടായാൽ ശബ്ദധാരാവലിയാണ് നമ്മൾ അതിൻ്റെ പ്രമാണമായിട്ട് സ്വീകരിക്കേണ്ടത്. അതേപോലെ ഇംഗ്ലീഷ് വാക്കാകുമ്പോൾ മെറിയം വെബ്സ്റ്റർ എന്ന് പറഞ്ഞാൽ അവരുടെ ഡിക്ഷണറിയുടെ കവറിൽ തന്നെ എഴുതി വെച്ചേക്കണേ ദി അതോറിറ്റി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന്. മനസ്സിലായോ? ലോക കോടതിയിൽ ഉപയോഗിക്കുന്ന ഡിക്ഷണറി മെറിയം വെബ്സ്റ്ററാണ്. അപ്പോൾ അത്രയും വലിയൊരു ഡിക്ഷണറിയാണത്. അപ്പോൾ ഗോഡെന്ന് വെച്ചാൽ എ ബീയിങ് ദാറ്റ് ഈസ് പെർഫെക്റ്റ് ഇൻ ഗുഡ്നെസ്, വിസ്ഡം, നോളജ് ആൻഡ് മൈറ്റ്. നന്മയുടെ പരിപൂർണത, ശക്തിയുടെ പരിപൂർണത, അറിവിൻ്റെ പരിപൂർണത. അപ്പോൾ പരിപൂർണനായിരിക്കുന്ന ഈശ്വരൻ ഒരിക്കലും അസഭ്യ വർഷം നടത്തില്ല. യഹോവയെന്ന് വെച്ചാൽ തെറിയനാണ്. തെറിയൻ ദൈവമാണ് ക്രിസ്ത്യാനികളുടെ ദൈവം. മഹാതെറിയൻ. ഈ ലോകത്ത് ഒരു മനുഷ്യനും ഒരു പ്രാണിയും ഈ യഹോവയെ പോലെ തെറി പറയുന്നുണ്ടാവില്ല. മനസ്സിലായോ? ഞാൻ ശ്രീ ശിവമഹാപുരാണം വായിച്ചു, എത്രയോ തവണ വായിച്ചു. അത് വായിക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷം. കാരണം ഭഗവാൻ ശിവൻ അസഭ്യമായിട്ട് ഒരു വാക്കുലത്ത് കുലീനമായിട്ട് സംസാരിക്കണമെന്ന് പറയും. സ്ത്രീകളോടൊക്കെ സംസാരിക്കണുണ്ട്. അവിടെ ഒരിക്കൽ ഒരു വേടനും വേടത്തിയുടെ കഥയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കൻഡ്. അത് നമ്മുടെ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, നളദമയന്തിമാരുടെ മുജ്ജന്മമാണത്. ഈ വേടനും വേടത്തിയാണ് നളനും ദമയന്തി വേണ്ടി ജനിക്കുന്നത് എന്നാണ് ശ്രീ ശിവമഹാപുരാണം പറയുന്നത്. നമ്മൾ മുജ്ജന്മത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ പോയി അല്ലേ? അതില്ലാണ്ട് എന്തോന്നും ഹിന്ദുമതം, എന്തോന്നും സനാതന ധർമ്മം. ഇപ്പോൾ 10 അവതാരങ്ങൾ എന്ന് പറയുന്നത് ഒരേ മഹാവിഷ്ണു തന്നെയല്ലേ ഓരോ കാലഘട്ടത്തിൽ വരുന്നത്. മഹാവിഷ്ണുവിൻ്റെ പുനർജന്മം തന്നെയല്ലേ അവിടെ നടക്കുന്നത് അല്ലേ? അപ്പോൾ ഈ വേടനും വേടത്തിയും ഒരു കാട്ടിലാണ്. അപ്പോൾ അവിടെ ഭഗവാൻ ശിവൻ ഇവരെ പരീക്ഷിക്കാൻ വേണ്ടി വരണേ, ഒരു സന്യാസിയുടെ വേഷത്തിൽ വരണേ. അപ്പോൾ ആ സമയത്ത് അവിടെ പുലി ഇറങ്ങണ സമയം. ഇവർ വീടെന്ന് വെച്ചാൽ വളരെ ചെറിയ കുടിലാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞ സന്യാസി അതിഥിയായിട്ട് വന്ന് കയറിയേക്കണേ. അതിഥി ദേവോഭവ എന്നാണല്ലോ. അപ്പോൾ ഈ അതിഥിനെ പുറത്ത് കിടത്തി കഴിഞ്ഞാൽ, അതിഥിനെ പുലി പിടിച്ചു കഴിഞ്ഞാൽ ഇവർക്കത് സഹിക്കാൻ പറ്റില്ല. അയ്യോ, നമ്മുടെ അതിഥിനെ പുലി പിടിച്ച് നിന്ന് മഹാഭാവികളായി ഞങ്ങൾ. അത്രയും അവർ അന്നത്തെ ആ യുഗത്തിലെ ആൾക്കാരുടെ ധാർമ്മിക ചിന്ത, അതിൻ്റെ ഒരു ഔന്നത്യം, അത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വേടൻ പറയും, ഒരു കാര്യം ചെയ്തോളൂ, സന്യാസി അകത്ത് കിടന്നോളൂ, ഞാൻ പുറത്ത് കിടക്കാന്ന് പറയും. അങ്ങനെ പുറത്ത് കിടന്ന് പിറ്റേ ദിവസം രാവിലെ വേടത്തി വാതിൽ തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇയാളെ പുലി പിടിച്ച് വേടനെ പുലി പിടിച്ചുകൊണ്ടുപോയി. അവശിഷ്ടങ്ങൾ മാത്രമുണ്ട്, ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രം. പുലി മാംസമൊക്കെ അടിച്ച് ഫിനിഷാക്കി. അപ്പം
വേടത്തി അയ്യോ ഭയങ്കര ഇതൊക്കെ ഭർത്താവ് പോയേക്കണല്ലേ. അപ്പോൾ തന്നെ വേടത്തി ഈ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഒരു ചിതയൊരുക്കിയിട്ട് അതിൻ്റെ അത് വെച്ച് കത്തിക്കാൻ പോണേ. എന്നിട്ട് അവരും ചാടാൻ പോണേ, സതി ആചരിക്കാൻ പോണേ. മനസ്സിലായോ? ഇവിടെ കുറേ ഹിന്ദുക്കൾ പറയും സതി ഉണ്ടായത് മുസ്ലിങ്ങൾ വന്ന് രജപുത്ര വനിതകൾ റേപ്പ് ചെയ്യാൻ വന്നപ്പോൾ അവർ അങ്ങനെയാണ് സതി ഉണ്ടായതെന്ന് പറയും കുറേ ഹിന്ദുക്കൾ. പമ്പര വിഡ്ഢികൾ, മതഗ്രന്ഥം വായിച്ചിട്ടില്ലാത്ത വിഡ്ഢികൾ എന്നാണ് എനിക്ക് അവരെക്കുറിച്ച് പറയാനുള്ളത്. സതി എന്ന് പറഞ്ഞാൽ ഭാരത സ്ത്രീധൻ ഭാവശുദ്ധി, അതാണ് സതി. ഒന്നെങ്കിൽ സതി അല്ലെങ്കിൽ ചതി. ഇപ്പൊ സതിയില്ല, ചതി മാത്രമേ ഉള്ളൂ. എന്താ സുഖം! ഇതാണ് സംഭവം. മനസ്സിലായോ? ഒന്നെങ്കിൽ ഇടത്തോട്ട് അല്ലെ വലത്തോട്ട്, രണ്ട് സൈഡിലോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വേടത്തി ചിതയൊരുക്കി വേടത്തി സ്വയം സതി ആചരിക്കാൻ പോകുമ്പോൾ ഭഗവാൻ അവരെ തടുക്കണേ. പരീക്ഷിക്കാൻ വന്നാണല്ലോ. ഭഗവാൻ പറയും, പറയാം സുന്ദരി എന്ന് വിളിച്ചുകൊണ്ട് സംസാരിക്കണം, സ്ത്രീയോട് സംസാരിക്കണം. എത്ര നയതന്ത്രജ്ഞനാണെന്ന് ആലോചിക്കണം. എത്ര കുലീനമായിട്ടാണ് സംസാരിക്കണത്, എത്ര ഡിപ്ലോമാറ്റിക്കായിട്ടും എത്ര കുലീനമായിട്ടും സംസാരിക്കണം. ഏത് സ്ത്രീയാണ് സുന്ദരി എന്ന് കേട്ടാൽ ഇഷ്ടപ്പെടാത്തത്? ഒരിക്കലും എന്നെ എന്തിനോടോ സുന്ദരി എന്ന് വിളിക്കണമെന്ന് ആരെങ്കിലും പറയും? ഏതെങ്കിലും പെണ്ണ് പറയും? ഒരിക്കലും പറയത്തില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഭവതി ഗർഭിണിയാണ്, ഗർഭിണി സദ്യ ആചരിക്കാൻ പാടില്ലെന്ന് പറയും. മനസ്സിലായോ? അതിൻ്റെ അർത്ഥം എന്താണ്? സദ്യ ആചരിക്കാൻ പാടില്ലെന്നല്ല, ഗർഭിണി സദ്യ ആചരിക്കാൻ പാടില്ലെന്നാണ്. അറിയോ? അപ്പോൾ ഇവർ കല്ലുകൊണ്ട് വയറ് കുത്തി കുഞ്ഞിനെ പുറത്തെടുത്തിട്ട് ഒരു സദ്യ ആചരിക്കുന്നതാണ് ഈ കഥയുടെ അവസാനം. പക്ഷേ അതിനു മുമ്പ് ഭഗവാൻ പറയും, ഞാൻ നിങ്ങളെ പരീക്ഷിക്കാൻ വന്നേ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വലിയ രാജാവായിട്ട് നളനായിട്ട് നിങ്ങളുടെ ഭർത്താവ് വീണ്ടും ജനിക്കും, നിങ്ങൾ ദമയന്തിയായിട്ട് രാജകുമാരിയായിട്ടും ജനിക്കും. അപ്പോൾ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഹംസമായിട്ട് വന്നിട്ട് വീണ്ടും ഒന്നിച്ച് ചേർക്കും എന്നും പറയും. ഒരു അനുഗ്രഹം കൊടുത്തിട്ടാണ് ഭഗവാൻ പോണത്. ആ കഥ അവസാനിക്കുന്ന എല്ലാ കഥയും സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്ന എല്ലാ കഥയും ശുഭപര്യവസാനിയായിട്ടുള്ള കഥകളാണ്. എല്ലാം മംഗളമായിട്ടാണ് അവസാനിക്കുന്നത്. മംഗളമൂർത്തിയാണല്ലോ ശിവൻ എന്ന് പറഞ്ഞാൽ തന്നെ മംഗളകാരകൻ എന്നാണ് അർത്ഥം. മനസ്സിലായോ? മംഗളത്തെ ചെയ്യുന്നവൻ, എല്ലാം എന്താ പറയുക, ഹാപ്പി എൻഡിങ്ങിലേക്ക് കൊണ്ടുവരുന്ന ആളാണ് ശിവൻ എന്നാണ് ആ വാക്കിൻ്റെ തന്നെ ശബ്ദാർത്ഥം പോലും. മനസ്സിലായോ? അപ്പോൾ സതി ഇല്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്, സതി നിർത്തലാക്കിയത് ആരാ നിർത്തലാക്കിയത്? ആലോചിച്ച് നോക്ക്. അയാളുടെ പേര് പോലും കള്ളപ്പേര്, രാജാറാം മോഹൻ റായ്. ഇയാളുടെ പേര് ഇതൊന്നും അല്ലെന്ന് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. ആരോ ഇട്ട് കൊടുത്ത പേരാണെന്നത്. ഇയാളുടെ പേരൊന്നുമല്ല, ഏതോ ഒരു ഈ പറഞ്ഞ പോലെ ശൂദ്രനായിരിക്കുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അങ്ങേരും ബ്രിട്ടീഷുകാരും കൂടി ചേർത്തിട്ടാണ് ഈ പരിപാടി ചെയ്തത്. കാരണം ഈ രാജാറാം മോഹൻ റായ് എന്ന് പറയുന്ന കൊച്ചാണൻ ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഗാന്ധി, നെഹ്റു, അംബേദ്കർ, രാജാറാം മോഹൻ റായ് ഇവരൊക്കെ ബ്രിട്ടനിൽ ട്രെയിൻ ചെയ്ത് വിട്ടിട്ടുള്ളതാണ് ഇവർ വെള്ളക്കാർ. മനസ്സിലായോ? ക്രിസ്ത്യാനികൾ. നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അവരുടെ വിചാരം ഇതൊക്കെ തെറ്റാണെന്നാണ്. ഭാവശുദ്ധി എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് എന്താണെന്ന് പോലും മനസ്സിലാവില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം മറിയാണ് ഇവരുടെ വലിയൊരു സ്ത്രീ സങ്കല്പം. മനസ്സിലായോ? മറിയനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയണ്ടില്ല ബ്രോ. ഒരു സ്ത്രീ എങ്ങനെ ആയിക്കൂടാ എന്നതിന് ഉത്തമ ഉദാഹരണമാണ് മറിയ. മനസ്സിലായോ? ഒരു സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് സീതാദേവി. അതേപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഈ വേടത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, എന്താ സ്ത്രീ. വേടത്തിയുടെ ധാർമ്മിക മൂല്യം ഇങ്ങനെയാണെങ്കിലും മറ്റുള്ളവരുടെ എന്തായിരിക്കും? കാട്ടിൽ ജീവിക്കണവർ ഇങ്ങനെ ആയിരുന്നെങ്കിൽ അന്നത്തെ കാലത്തെ കാര്യമാണ് പറയണത്. പക്ഷെ ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു, ഇങ്ങനെ മനുഷ്യരിവിടെ ജീവിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ അറിയുന്നത് മതഗ്രന്ഥം ഉള്ളതുകൊണ്ടാണ്. കാരണം ചരിത്രാതീത കാലത്തുള്ള കഥകളാണിത്. മനസ്സിലായോ? നമ്മുടെ ചരിത്ര ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ മതഗ്രന്ഥങ്ങൾ തന്നെയാണ്. അത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഇപ്പം എന്താ പറയുക, അമ്മ ചൂണ്ടിക്കാണിക്കണവനാണ് അച്ഛനെന്ന് പറയില്ലേ, അതേപോലെ നമ്മൾ മനുഷ്യനാണെന്ന് നമ്മളെങ്ങനെ പറഞ്ഞു? ഇങ്ങനൊരു കഥ, ഒരു സംഭവം ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഋഗ്വേദത്തിൽ. മനസ്സിലായോ?
പുരുഷ സൂക്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. മനുവിൽ നിന്നാണ്, മനുവിൻ്റെ വംശത്തിൽ പിറന്നതുകൊണ്ടാണ് നമ്മൾ മനുഷ്യരായി മാറിയത്. അത് നമ്മൾ വിശ്വസിക്കണ്ടേ? ഇല്ലേ? അത് അറിവെന്നാണ് പറയുന്നത്. ഇതാണ് അറിവ്. പക്ഷേ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അത് കറക്റ്റാണ്. കാരണം മനു എന്ന് പറഞ്ഞ വാക്കിന് ശബ്ദാർത്ഥമുണ്ട്, അതിൻ്റെ നിർവചനമുണ്ട്. അതിൻ്റെ അർത്ഥം മനനം ചെയ്യുന്നവൻ, ഹീ ഹൂ തിങ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ഇപ്പം നമ്മൾ സംസാരിക്കും, നമ്മൾ മറ്റ് ജീവജാലങ്ങളുടെ വ്യത്യാസം എന്താണ്? നമ്മൾ സംസാരിക്കുന്നത്, വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ബെറ്റർ ദാൻ അതേഴ്സ്, അല്ലേ? മറ്റ് മൃഗങ്ങളെയും പക്ഷികളെയൊക്കെക്കാളും ബെറ്ററായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ചിന്തിക്കുന്നതാണ് മനസ്സിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് വായിലൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ വ്യത്യാസം തന്നെ അതാണ്. ഈ ചിന്തയും ഈ സംഭാഷണം, കമ്മ്യൂണിക്കേഷനും, അതിൽ നിന്നല്ലേ നമ്മുടെ വളർച്ച ഉണ്ടാവുന്നത്, അല്ലേ? അപ്പോൾ മനു എന്ന് വെച്ചാൽ മനനം ചെയ്യുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ശരിയുമാണ്, അല്ലേ? അപ്പോൾ എങ്ങനെ നോക്കിയാലും സനാതനധർമ്മം പറയുന്നതാണ് സത്യം. അല്ലാണ്ട് ഈ മണ്ണ് കുഴച്ചുണ്ടാക്കി എന്നിട്ട് യഹോവ പറയും, മണ്ണ് കുഴച്ച് മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. എന്താണ് ഈ ഹ്യൂമൻ നേച്ചറ്? അത് എന്താ പറയുക, താഴ്ത്തി കെട്ടാൻ, വില്ലിഫൈ ചെയ്യാൻ ശ്രമിക്കണേണ് അത്. അങ്ങനെ പറഞ്ഞ് ഇപ്പം ഒരു 2 കുട്ടികളെ നമ്മൾ വളർത്തണേ, 2 അമ്മമാർ 2 കുട്ടികളെ വളർത്തണേ. ഒരമ്മ പറയാൻ നീ പൊടിയാവുന്നു, നീ പൊടിയിലേക്ക് തന്നെ മടങ്ങും. മറ്റൊരമ്മ പറയാൻ നീ മനുഷ്യനാണ്, നീ മനനം ചെയ്യുന്നവനാണ്, ചിന്തിക്കുന്നവനാണ്. വ്യത്യാസം എന്തായിരിക്കും? ആലോചിച്ച് നോക്ക്. മറ്റേത് നെഗറ്റീവ്. സനാതനധർമ്മം പോസിറ്റീവ് വൈബാണ് അത് നൽകുന്നത്. അതല്ലേ നമുക്ക് വേണ്ടത്. ഈ ലോകാവസാനം പറഞ്ഞ് പേടിച്ച് ഇപ്പോൾ 1999 ഡിസംബറിലൊക്കെ ഇപ്പം യേശു വരും. ഈ ഫോട്ടോയിൽ യേശുവിൻ്റെ വിരലിൽ 2 ഇങ്ങനെ പൊന്തിരിപ്പുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനികൾ പറഞ്ഞു വരുത്തിയത് ഇങ്ങനെ വെച്ചേക്കേണ്ട അർത്ഥം 2000 ആണ്ടിൽ വരും. എന്തൊരു ഉളുപ്പില്ലാണ്ട് നോണ പറയണത്. യേശുവിൻ്റെ ഫോട്ടോ തന്നെ ഇല്ല ശരിക്കും പറഞ്ഞാൽ. യേശു ഇരുന്ന കാലത്ത് ഫോട്ടോ ഒന്നുമില്ല. പിന്നെ യേശു ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതായത് യേശു പറഞ്ഞാണ് ബൈബിളിൽ പറഞ്ഞാൽ യേശു ഇങ്ങനെ കരമിങ്ങനെ ഉയർത്തിപ്പിടിച്ചിരുന്നു, തള്ളവിരലും ചൂണ്ടാണി വിരലും ഇങ്ങനെ പൊക്കി പിടിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ചിത്രം വരയ്ക്കണമെങ്കിൽ അതിനൊരു അടിസ്ഥാനം ഉണ്ടെന്ന് പറയാം. ഇത് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ബൈബിളിൽ. ഇവരിഷ്ടമുള്ള പോലെ ഇങ്ങനെ ഒരു ഇത് വരച്ച് ഇങ്ങനെ കാണിക്കുന്ന വിധത്തിൽ, മനസ്സിലായോ? അപ്പോൾ ഇത് ഈ 2 പേരിൽ ഇങ്ങനെ പൊന്തിക്കണോണ്ട് ഇത് 2000 ആണെന്ന്. 2 എന്ന് വെച്ചാൽ 2000 ഇങ്ങനെ പറഞ്ഞ ആൾക്കാരെ എന്തോരം പറ്റിച്ചിട്ടുണ്ടെന്നറിയോ? ലോകാവസാനം വരും എന്നും പറഞ്ഞിട്ട്. ഇങ്ങനെ ഒരു ഉളുപ്പില്ലാത്ത മനുഷ്യർ വേറെ ഇല്ല. എന്താ പറയുക? പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പറഞ്ഞാലും തീരത്തില്ല. ഇപ്പോൾ തന്നെ 23 മിനിറ്റായി. അപ്പോൾ ഞാൻ വീണ്ടും വരാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഒരു കാര്യം പറയുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ അതിൻ്റെ അന്ന് വേറൊരു കാര്യത്തിലേക്ക് കിടക്കും, പിന്നെ അവിടെ നിന്ന് വേറെ കാര്യത്തിൽ, അങ്ങനെ എനിക്ക് നിർത്താണ്ട് എൻ്റെ അവസാന ശ്വാസം വരെ സംസാരിക്കാൻ സാധിക്കും. പക്ഷേ അത് എന്താ പറയുക, അത് നിങ്ങൾക്ക് ബെയർ ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്കും ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്ര പറഞ്ഞാലും തീരാത്തത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് പേര് ഇത് കേൾക്കാൻ താല്പര്യപ്പെടുന്നതുകൊണ്ട് ഞാൻ വീണ്ടും വരും. വീണ്ടും ഇത്തരം കാര്യങ്ങളുമായിട്ട് നമുക്ക് സംവാദം നടത്താം. ദയവ് ചെയ്ത് മോശമായിട്ട് ചീത്ത വാക്കുകളൊന്നും പറയാണ്ട് കമൻറ്റ് ചെയ്യുക. എന്നെക്കുറിച്ചോ ഒന്നും പറയാതെ ഞാൻ എന്താണ് പറയുന്ന കാര്യം അതിനെക്കുറിച്ച് പറയുക. കാരണം നിങ്ങൾക്ക് എന്നെ അറിയാൻ പാടില്ല, എനിക്ക് നിങ്ങളെ അറിയാൻ പാടില്ല. അതല്ലേ സത്യം. ഓക്കെ, പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. സനാതനധർമ്മത്തെക്കുറിച്ച് തന്നെ ഒരുപാട് പറയാനുണ്ട്, ഒരുപാട്. ഭഗവാൻ ശിവനെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ലല്ലോ. ഇത് എന്താ പറയുക, പകലും രാത്രിയും പോലെ ഭഗവാൻ ശിവനും ഈ യഹോവ എന്ന് പറയുന്ന പിശാചും, മനസ്സിലായി? അത്രയ്ക്ക് ഇതാണ് ഭഗവാൻ ശിവൻ സംസാരിക്കണതാണ് ഓരോരോ സ്ഥലത്ത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. ദക്ഷയാഗം
നിങ്ങൾക്ക് എല്ലാവർക്കും ഹിന്ദുക്കൾക്ക് അറിയാവുന്നതാണ് ദക്ഷയാഗം എന്ന് പറഞ്ഞാൽ. ദക്ഷൻ ഒരു വലിയ യാഗം നടത്തി. അതിലെല്ലാവരും വിളിച്ചു. എല്ലാവരും എന്ന് വെച്ചാൽ സകല ദേവന്മാരെയും വിളിച്ച്, ഋഷികളെ ഒക്കെ വിളിച്ച് എല്ലാവരും ആഗതരായി. അവരെല്ലാവരും അവിടെ ഇരിക്കണേ. ശിവനുണ്ട്, ഭഗവാൻ ശിവനുണ്ട്. അപ്പോൾ ദക്ഷൻ യാഗഭൂമിയിലോട്ട് വന്നേ, കടന്നു വരണേ. അപ്പോൾ എല്ലാവരും എണീറ്റ് ദക്ഷനെ നമസ്കരിക്കും. ഭഗവാൻ ശിവൻ എണീക്കൊന്നുമില്ല, അവിടെ തന്നെ ഇരിക്കും. എണീക്കേണ്ട ആവശ്യമില്ലല്ലോ. ദക്ഷൻ്റെ മുമ്പിൽ എന്തിനാണ് ഭഗവാൻ എണീക്കണം? ഭഗവാൻ അങ്ങനെ ദക്ഷനെ നമസ്കരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ദക്ഷൻ ഇഷ്ടപ്പെടില്ല, ദക്ഷൻ്റെ ഈഗോ ഹേർട്ടാവും. അപ്പോൾ തന്നെ ദക്ഷൻ ഒരു ചീത്ത വിളി തുടങ്ങും. ഭയങ്കര മോശമായിട്ട് എല്ലാവരുടെയും മുമ്പിൽ ഭഗവാനെ ആക്ഷേപിക്കും. പക്ഷെ ഒന്നും ചെയ്യണില്ല കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് ഒന്നും ഉണ്ടാതിരിക്കുക. എന്ത് പെരുമാറ്റം എന്നറിയാമോ? എന്നിട്ട് ഇത് ഭഗവാന്റെ കൂടെ എപ്പോഴും ഭൂതഗണങ്ങളുണ്ട്, ഗണനായകനുണ്ട്, നന്ദികേശ്വരനുണ്ട്. ഇവരൊക്കെ എതിർക്കും, യുദ്ധം വരെ ചെയ്യാൻ പോകും. കാരണം അവർക്ക് സഹിക്കാൻ പറ്റില്ല ഈ ഭഗവാനെ കുറിച്ച് ഇങ്ങനെ ദക്ഷൻ പറയുമ്പോൾ ചില ഋഷികളൊക്കെ പല്ലിളിച്ച് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ നന്ദികേശ്വരൻ ദേഷ്യം പിടിച്ചിട്ട് അവിടെ ഋഷികളെയൊക്കെ ശപിക്കും, മനസ്സിലായോ? അങ്ങനെ ബ്രാഹ്മണർക്ക് കുറേ ശാപവും കിട്ടിയിട്ടുണ്ട്. എന്താ പറയുക വൈ. അപ്പോൾ ഇങ്ങനെ ശപിക്കുമ്പോൾ അപ്പോഴാണ് ഭഗവാൻ സംസാരിക്കണേ, നന്ദികേശ്വരനെ തടയണേ ഭഗവാൻ, മനസ്സിലായോ? എന്താ പെരുമാറ്റം എന്നറിയോ? ഒരു സിറ്റുവേഷനിൽ നമ്മളെങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് കാണിച്ചു തരണേണ് നമുക്ക് ഭഗവാൻ, മനസ്സിലായോ? എന്നിട്ട് നന്ദികേശ്വരനോട് പറഞ്ഞേ, നമ്മൾ വി ആർ അറ്റ് ദ റോങ് പ്ലേസ് അറ്റ് ദ റോങ് ടൈം. നമ്മൾ നമ്മൾ ഇവിടെ ഇരിക്കാൻ പാടില്ല, നമുക്ക് ഇവിടുന്ന് പോകണം, ഈ യാഗത്തിനൊരു കുഴപ്പമുണ്ടാകാൻ പാടില്ല, വരും നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഭൂതഗണങ്ങളായിട്ട് നേരെ കൈലാസത്തിലോട്ട് പോകും, മനസ്സിലായോ? ഒരു പ്രശ്നം, ഒരു അക്ഷരം പോലും ഭഗവാൻ ഈ ദക്ഷനെ കുറിച്ച് പറയില്ല, ഒരക്ഷരം പോലും മറുത്ത് തിരിച്ച് പറയില്ല. ഇത് തന്നെ യേശു ആണെങ്കിൽ യു കാൺട്ട് ഇമാജിൻ. യേശുവിന് ഇതേപോലെ ഒരു എന്താ പറയുക, യാഗമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. യേശുവിനെ ഒരു യഹൂദ പ്രമാണി യേശുവിനെ ശിഷ്യന്മാരെയും ആഹാരം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് ക്ഷണിക്കണേ. യേശു എന്ത് ചെയ്യും? നേരെ പോയിട്ട്, ആർത്തിയാണല്ലേ, പിശാചല്ലേ, പിന്നെ ശൗചം എന്ന് പറഞ്ഞ സംഭവം പിശാചിനില്ല, അതുകൊണ്ട് കൈ കഴുകാണ്ട് പോയിട്ട് നേരെ പോയിട്ട് വെട്ടി വിഴുങ്ങും. അപ്പോൾ ആ വീട്ടുകാരൻ പറയും, ഇവൻ എന്താണ് ഇങ്ങനെ ചെയ്യണത്? ഇവൻ യഹൂദനല്ലേ? അവർക്കൊരു വിചാരം ഇവൻ യോസഫിൻ്റെ മോനാണെന്നാണല്ലോ. അവർക്കറിയാൻ പാടില്ലല്ലോ ഇവൻ്റെ തള്ള യോസഫിനെ കെട്ടണതിന് മുമ്പ് ഗർഭിണിയായ വിശേഷം അവർക്കറിയില്ലല്ലോ. അപ്പോൾ അവർ പറയും, ഇവന് യഹൂദനല്ലേ, ഇവന് നമ്മുടെ കസ്റ്റംസ് ഒന്നും അറിയാൻ പാടില്ലേ, ഇവനെന്താ കൈ കഴുകാത്തതെന്ന് പറയും. അപ്പോൾ തന്നെ അവർ പരസ്പരം പിറുപിറുക്കണേ, യേശുവിനോട് ചോദിക്കണില്ലട്ടാ, മനസ്സിലായോ? എന്താ ആലോചിച്ച് നോക്ക്. യേശു ശിമയോനെ കം ഹിയർ എന്ന് പറയും. അപ്പോൾ തന്നെ ശിമയോൻ പത്രോസ് ഓടി വരും. അപ്പോൾ പത്രോസിനോട് ഈ യഹൂദരെ പറ്റി, ഈ വീട്ടുകാരെ പറ്റി, അവർ യഹൂദരൻ, അവരെ പറ്റി കുറേ ചീത്ത, അണലി സന്തതികളെ, എന്താണ് വെള്ള തേച്ച ശവകുടീരങ്ങളാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത. അതൊരു 3-4 പേജ് ഉണ്ട് അവരെ ചീത്ത വിളിക്കണത്, മനസ്സിലായോ? ഈ ദേഷ്യം തീർക്കണത്. അപ്പോൾ എന്തൊരു പെരുമാറ്റമാണ് യേശുവിൻ്റെ. ഭഗവാൻ ശിവൻ്റെ പെരുമാറ്റം കാണും. അത് കുലീനനായതുകൊണ്ടാണ്. കുലീനെന്ന് പറയാൻ പറ്റില്ല, ഭഗവാൻ കുലമൊന്നുമില്ല. എന്നാലും കുലീനെന്ന് പറയുമ്പോൾ നമ്മളെന്താണ് അർത്ഥമാക്കുന്നത്? മാന്യമായി പെരുമാറുന്ന ഒരു വ്യക്തി എന്നല്ലേ അതിനർത്ഥമാക്കണം, അല്ലേ? അപ്പോൾ ഏറ്റവും കുലമില്ലെങ്കിലും ഏറ്റവും കുലീനനായിട്ടുള്ള ആൾ ഭഗവാൻ ശിവനാണ്, മനസ്സിലായോ? യേശുവിൻ്റെ കുലത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ന്യൂ ടെസ്റ്റമെൻറ്റ് തുടങ്ങണത് തന്നെ. കള്ളക്കഥയാണ്. ലാസ്റ്റ് ജോസഫിലാണ് വന്ന് നിൽക്കുന്നത്. ജോസഫ് ആകട്ടെ യേശുവിൻ്റെ തന്തയുമല്ല. അപ്പോൾ പിന്നെ അതെങ്ങനെ യേശുവിൻ്റെ കുലമാവും? ദിസ് ഇസ് ദ ജീനിയോളജി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഫസ്റ്റ് വേർഡ്സ് അതാണ് ന്യൂ ടെസ്റ്റമെൻറ്റിൽ. ഇത് യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയാണെന്ന്. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയല്ല, ഇത് യോസഫിൻ്റെ വംശാവലിയാണ്. യോസഫാകട്ടെ മറിയയുടെ ഗർഭത്തിന് ഉത്തരവാദിയുമല്ല. അപ്പോൾ പിന്നെ ഇതെങ്ങനെ യേശുവിൻ്റെ വംശം? അപ്പോൾ അത് തുടങ്ങണത് തന്നെ കള്ളത്തിൽ നിന്നാണ്. എന്നാലും വലിയ വംശ പാരമ്പര്യമൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള ആൾക്കാരൊക്കെ പിഴകളാണ്. എല്ലാം ആൾക്കാർ യേശുവിൻ്റെ പിതാക്കന്മാർ മാത്രമല്ല, മാതാക്കളുണ്ട്, അതും പിഴകളാണ്.
കംപ്ലീറ്റ് പിഴകൾ. ഓ, ഇതേപോലെ ഒരു ഊച്ചാളി കുടുംബത്തിൽ ജനിച്ചത് യേശു ലോകരക്ഷകനാണെന്ന് പറയുമ്പോൾ അതല്ല, പിശാചെന്ന് പറയുമ്പോഴാണ് ആപ്റ്റ് ആവണത്. യേശു പിശാചാണെന്ന് പറഞ്ഞു നോക്കൂ, ഇതൊക്കെ ലൈക്ക് ബ്രിക്ക് ഇൻ ദ വാൾ, ഇതെല്ലാം പെർഫെക്റ്റായിട്ട് സൂട്ടാവും. മനസ്സിലായോ? പക്ഷേ യേശു ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ഇതേ ദൈവപുത്രൻ്റെ വംശാവലി. അബ്രഹാം സ്വന്തം ഭാര്യനെ കൂട്ടിക്കൊടുത്ത് ജീവിച്ച എന്താ പറയുക, പരനാറി, അതാണ് അബ്രഹാം. മനസ്സിലായോ? നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാക്ക് കടമെടുക്കുകയാണെങ്കിൽ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ, മനസ്സിലായില്ലേ? അതാണ് അബ്രഹാം. യേശുവിൻ്റെ വംശപാരമ്പര്യം എന്ന് പറഞ്ഞിട്ട് അബ്രഹാം ഉണ്ടായിട്ടത്. പിന്നെ ദാവീദുണ്ട്. ദാവീദ് ആരാ മോൻ? അബ്രഹാമിനെ വെല്ലും ദാവീദ്. മനസ്സിലായോ? അങ്ങനത്തെ കുറേ വൃത്തികെട്ടവന്മാരുടെ പേര് പറഞ്ഞിട്ട്, മഹാനീചന്മാരുടെ പേര് പറഞ്ഞിട്ട് ഇത് ദൈവപുത്രൻ്റെ വംശാവലിയാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വിശ്വസിക്കുന്നതല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ അബദ്ധം ഇല്ലേ? അല്ലേ? ഇതിലും വലിയ അബദ്ധം മനുഷ്യന് വരാനുണ്ടോ പോയി? പക്ഷേ ഇത് അബദ്ധമാണ് എന്ന് ഒരാൾ കണ്ടുപിടിച്ചു. അതല്ലേ കണ്ടുപിടുത്തങ്ങളുടെ രാജാവ്. നിങ്ങളൊരു ത്രാസ് എടുത്തിട്ട് ആ ത്രാസിൻ്റെ ഒരു തട്ടിൽ ഈ ഐസക് ന്യൂട്ടനെയും ഈ തോമസ് ആൽവ എഡിസനെയും റൈറ്റ് ബ്രദേഴ്സിനെയും ബിൽ ഗേറ്റ്സിനെയും ഒക്കെ കണ്ടുപിടുത്തങ്ങളുടെ ആൾക്കാരാണ്. ഇവരൊക്കെ ഒരു തട്ടിൽ വയ്ക്കുക. ലോകത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ള കണ്ടുപിടുത്തക്കാരെ ഒരു തട്ടിൽ വയ്ക്കുക. എന്നിട്ട് യേശു പിശാചാണെന്ന് കണ്ടുപിടിച്ച ആളെ മറ്റേ തട്ടിൽ വയ്ക്കുക. സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. യേശു പിശാചാണെന്ന് കണ്ടുപിടിച്ച ആൾ ഇരിക്കുന്ന തട്ടിനായിരിക്കും ഭാരം കൂടുതൽ. കാരണം ഇതാണ് കണ്ടുപിടുത്തം. യേശു പിശാചാണെന്ന് ലോകം തിരിച്ചറിയുന്ന നിമിഷം ഇവിടെ ഉണ്ടാകുന്ന മാറ്റം, മനുഷ്യ മനസ്സാക്ഷിക്കുണ്ടാകുന്ന, മനുഷ്യൻ്റെ ബോധത്തിനുണ്ടാകുന്ന മാറ്റം വളരെ വളരെ വലുതായിരിക്കും. വളരെ വളരെ വലുതായിരിക്കും. ഒന്നാമത്തെ കാര്യം, ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട് എന്ന കാര്യം തെളിയിക്കപ്പെടും. എങ്ങനെ തെളിയിക്കപ്പെടും? ലോജിക്കലായിട്ട് തെളിയിക്കപ്പെടും. അത്രേ ഉള്ളൂ. അതേ സാധിക്കുള്ളൂ. ലോജിക്കലായിട്ട് തെളിയിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കണേ, ഇപ്പോൾ എന്താ പറയുക, ഇന്നലെ ആണെങ്കിൽ നല്ല ഇവിടെ ഇടിവെട്ടും മിന്നലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജനലിലേക്ക് കൂടി നോക്കുമ്പോൾ മിന്നലടിക്കും, ഭയങ്കര മിന്നൽ. അപ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷിക്കണേ ഇടിവെട്ടും. എന്താണ് കാര്യം? എനിക്കറിയാം ഈ മിന്നലെന്ന് പറഞ്ഞാൽ ആകാശത്ത് ഒരു വെള്ളത്തിൻ്റെ ഭയങ്കര വെള്ളം തമ്മിൽ അടിച്ചിട്ട് അതിൻ്റെ സ്പാർക്കിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ മിന്നലെന്ന് നമുക്കറിയാം. പക്ഷേ അതിങ്ങനെ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ശബ്ദം ഉണ്ടാവും, അതാണ് ഇടിവെട്ട്. മനസ്സിലായോ? പക്ഷേ ലൈറ്റിൻ്റെ സ്പീഡ് ശബ്ദത്തിൻ്റെ സ്പീഡിനേക്കാളൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ലൈറ്റ് ആദ്യം കാണുന്നു എന്ന് ഞാൻ മനസ്സിലാക്കണേ. അപ്പോൾ ഞാൻ മിന്നലടിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കണില്ലേ എന്തെന്ന്? നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നു. ഞാൻ മനസ്സിലാക്കണേ നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യമുള്ളൂ. അതായത് ഇപ്പോൾ ഇടിവെട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കണില്ലേ. പക്ഷേ നമ്മൾ അവിടെ ആകാശത്തിരുന്നുകൊണ്ട് നമ്മളത് കാണുന്നുണ്ടോ? മേഘം കൂട്ടിമുട്ടുന്നത് കാണുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ഇടിവെട്ട് എന്ന് പറഞ്ഞാൽ സത്യവുമായി ഇല്ലേ? അപ്പോൾ ആ ലോജിക്കൽ എവിഡൻസ് കൊണ്ട് മാത്രമാണ്, ലോജിക്കൽ എവിഡൻസ് ഈസ് സഫിഷ്യൻറ്റ്, അത് തന്നെ പര്യാപ്തമാണ് സത്യം തെളിയിക്കാൻ. മനസ്സിലായോ? ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്ന് വെച്ചാൽ ലോജിക്കലായിട്ട് മാത്രമേ ഉണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഭഗവാൻ ശിവനാണ് ഈശ്വരനെന്ന് ലോകം അറിയേണ്ട സമയം ആഗതമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ലോകം അറിയിക്കണം. അത് ഈ കള്ളസ്വാമിമാരെ അറിയിക്കണ പോലെയല്ല. ഈ ശിവനും ഈശ്വരനാണ്, യേശുവും ഈശ്വരനാണ്, അള്ളാഹു ഈശ്വരനാണ്. ഇങ്ങനെ കുറേ കള്ളന്മാർ താടിയും വളർത്തി മുടിയും വളർത്തി നടക്കണേ. ഞാനെപ്പോഴും പറ്റപ്പെടില്ല. എനിക്ക് താടി വളർത്തണം, മുടി വളർത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ കള്ളന്മാരെ പോലെ ആവുമല്ലോ ഞാനെന്ന് ഓർക്കുമ്പോഴാണ് ചെയ്യാത്തത്. ഈ കള്ള പരിശീലനം എനിക്ക് അത്ര വെറുപ്പാണ്. മനസ്സിലായോ? കാരണം അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല മരുന്ന. കാരണം നമ്മൾ അത് ഈ യേശു എന്ന് പറയുന്ന പിശാചാണെന്ന് മനസ്സിലാക്കി, ഭഗവാൻ ശിവനാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കി ഹിന്ദു മതത്തിലേക്ക് വന്നുള്ള സനാതന ധർമ്മത്തിലേക്ക്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ താടിയും കാവ്യൊക്കെ ഇട്ട് മുടിയൊക്കെ വളർത്തി യേശുവിനെ കണ്ടു
യേശു എൻ്റെ സ്വപ്നത്തിൽ വന്നു എന്നൊക്കെ തള്ളി മറിക്കണം. മനസ്സിലായോ? സഹിക്കുമോ? നമുക്ക് സഹിക്കുമോ? അതുകൊണ്ടാണ് ഈ കള്ളസ്വാമിമാരെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കണം. ആക്ച്വലി എനിക്ക് യേശുവിനെ കുറിച്ചല്ലാതെ മറ്റൊരു കാര്യവും എനിക്ക് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് പ്രതികരിച്ചു പോണേ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 35 മിനിറ്റായി, ഒത്തിരി സമയമായി. ഞാൻ നിർത്തട്ടെ. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്, ജയ് ശ്രീറാം.